അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, അള്ളാഹു അവന്റെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അള്ളാഹു പറയാണ്, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ, ഖിയാമത്ത് നാളിൽ നിങ്ങളോട് തീർച്ചയായും ചോദിക്കപ്പെടും, അനിൻ നഈം, നിങ്ങൾക്ക് തന്ന നിഅമത്തുകളെ പറ്റിയിട്ട് ചോദിക്കപ്പെടും എന്ന്. ഏറ്റവും വലിയ നിഅമത്ത്, ചോദിക്കപ്പെടുന്ന നിഅമത്ത് ഏതാണ്? മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഹുവൽ അംനു വസ്സിഹത്തു വൽ ആഫിയ. അല്ലാഹു തആല ചോദിക്കുന്ന പ്രധാന നിഅമത്തുകള്, ഒന്ന് അൽ അംനു, സുരക്ഷിത ബോധം. നമുക്ക് നടക്കാനും സഞ്ചരിക്കാനും നിസ്കരിക്കാനും ഒക്കെ നല്ല സുരക്ഷിത ബോധമുണ്ട്. ഫലസ്തീനിൽ അതില്ല, പല ഭാഗങ്ങളിലും അതില്ല. ഈ ഒരു സുരക്ഷിത ബോധം. മറ്റൊന്ന് വസ്സിഹത്തു വൽ ആഫിയ, നിങ്ങൾക്ക് തരുന്ന ആരോഗ്യം, നിങ്ങൾക്ക് തരുന്ന ആരോഗ്യവും ആഫിയത്തും, രോഗമില്ലാത്ത അവസ്ഥ. ഇത് തീർച്ചയായും അള്ളാഹു ചോദിക്കുന്ന നിഅമത്താണ്. എല്ലാ നിഅമത്തുകളെ പറ്റിയിട്ട് ചോദിക്കും. വെയിലത്ത് നിങ്ങൾ ചൂടിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ ആസ്വദിക്കുന്ന മരത്തിന്റെ തണലാകുന്ന ആ നിഅമത്തിനെ പറ്റിയിട്ട്, ഈ തണല് റബ്ബ് തന്നതല്ലേ, ഈ നിഅമത്തിനെ പറ്റിയിട്ട് വരെ ചോദിക്കും, നിങ്ങൾക്ക് നന്ദിയുണ്ടായോ എന്ന്. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഏറ്റവും വലിയ നിഅമത്താണ് അല്ലാഹു തആല തരുന്ന ആരോഗ്യം എന്നത്. നമ്മൾ കുനൂത്തിൽ എഴുന്നേറ്റിട്ട് അള്ളാഹിനോട് ചോദിക്കുകയാണ്. ഒന്നാമത് ഹിദായത്ത് ചോദിച്ചിട്ട് രണ്ടാമത് അള്ളാഹിനോട് ചോദിക്കുന്നത് വആഫിനി ഫീമൻ ആഫൈത്ത്, നീ സുഖം കൊടുത്ത കൂട്ടത്തിൽ, സുഖം കൊടുത്തവരുടെ കൂട്ടത്തിൽ എനിക്കും കൂടി നീ ആഫിയത്ത് തരണേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. അത് തന്നെയാണ് ഇടയിലെ ഇരുത്തത്തിൽ വീണ്ടും ചോദിക്കുന്നത് വആഫിനി. അത് അവിടെ കൊടുന്ന് വെച്ചത് ഒരു പക്ഷേ ആ ഇരുത്തം എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പൊ കസാരിയിലല്ലേ ഇരിക്കുന്നത്, കാല് മടക്കിയിട്ടുള്ള ഇരുത്തണ്ടല്ലോ, അവിടെ വെച്ചിട്ടാണ് പറയുന്നത് വആഫിനി, അല്ലാഹുവേ എനിക്ക് നീ ആഫിയത്ത് നൽകണേ എന്ന്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാണ്, ലൗ റഅയ്തു ലൈലത്തുൽ ഖദ്രി മാ സഅൽതുല്ലാഹ ഇല്ലൽ അഫ്വ വൽ ആഫിയ. ലൈലത്തുൽ ഖദ്ർ ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ അള്ളാഹിനോട് കാര്യമായിട്ട് ചോദിക്കുന്നത് ആഫിയത്തായിരിക്കും, രണ്ട് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തു തരലിനെയും. അപ്പൊ ലൈലത്തുൽ ഖദ്ർ ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ റബ്ബിനോട് ഞാൻ കൂടുതലായിട്ട് ചോദിക്കുന്നത് ആഫിയത്തിന്റെ കാര്യമാണ് എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. പ്രിയപ്പെട്ടവരെ, അത് മനസ്സിലാക്കണം. നമുക്കിപ്പോ കുറെ ആളുകൾക്ക് ജോലിയില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകും, പൈസ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകും, വീടില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മൾ ഇതൊക്കെ നോക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, ഡയാലിസിൽ കഴിയുന്ന കിഡ്നി രോഗി, ആ രോഗിക്ക് നിനക്കിപ്പോ എന്താ വേണ്ടത് എന്ന് ചോദിച്ചാൽ അവൻ എന്താ പറയാ? കീമോയിൽ കഴിയുന്ന ഒരു ക്യാൻസർ രോഗി, കാലിന് കമ്പിയിട്ടിട്ട് വീൽ ചെയറിൽ നടക്കുന്ന ഒരു രോഗി, ഈ രോഗികളോട് നിനക്ക് എന്താ ഇപ്പൊ വേണ്ടതെന്ന് ചോദിച്ചാൽ അയാൾ എന്താ പറയാ? മൂത്രത്തിന് ട്യൂബ് ഇട്ടിട്ട് കിടക്കുന്ന ഒരു രോഗി, അയാളോട് നിനക്കിപ്പോ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ അയാൾ എന്താ പറയാ? അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്ന രാജാവ് അസുഖത്തിൽ കിടക്കുകയാണ്. അസുഖത്തിൽ കിടക്കുമ്പോ അദ്ദേഹത്തെ കാണാൻ വരുന്നവരോടൊക്കെ അദ്ദേഹം പറയാണ്, യാ അഹ്ലൻ നിഅം ലാ തസ്തഖില്ലു നിഅമ മഅൽ ആഫിയ. ആഫിയത്ത് ഉണ്ടെങ്കിൽ ഒരു നിഅമത്തും നിങ്ങൾ ചെറുതായിട്ട് കാണണ്ട. ആഫിയത്ത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഏത് നിഅമത്തും ചെറുതായിട്ട് നിങ്ങൾ കാണണ്ട, അത് തന്നെയാണ് വലുത്. ഏറ്റവും വലിയ നിഅമത്ത് പൈസയേക്കാളും, സമ്പത്ത്, സൗകര്യങ്ങള്, സംവിധാനങ്ങള്, വാഹനങ്ങള്, ഇതിനേക്കാളൊക്കെ വലിയ നിഅമത്ത് ആഫിയത്താണ്. അപ്പൊ ആഫിയത്ത് ഉണ്ടെങ്കിൽ മറ്റൊരു നിഅമത്തും നിങ്ങൾ ചെറുതായിട്ട് കാണണ്ട.
ആഫിയത്ത് തന്നെയാണ് വലിയ നിഅമത്ത് എന്ന് അബ്ദുൽ മലിക് ബിൻ മർവാൻ രാജാവ് അദ്ദേഹത്തിന്റെ അസുഖ സമയത്ത് ഉച്ചത്തിൽ വിളിച്ചു പറയാറുണ്ടായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിലാക്കണം. സുഫിയാൻ ബിൻ ഉയൈന റളിയല്ലാഹു അൻഹു പറയാണ്, ഏറ്റവും വലിയ നിഅമത്താണ് തൂലുൽ ഹയാത്തി മഅസ്സിഅത്തി വൽ ആഫിയ, സിഹത്തും ആഫിയത്തും ആരോഗ്യത്തോടു കൂടെയുള്ള ആ ഒരു ലോങ് ലൈഫ്, ദീർഘായുസ്, ആരോഗ്യത്തോടു കൂടെയുള്ള ആ ദീർഘായുസ്, ഇത് വലിയ നിഅമത്താണ് എന്ന് സുഫിയാൻ ബിൻ ഉയൈന റളിയല്ലാഹു അൻഹു. അത് സംബന്ധമായിട്ടൊരു കഥയും പറയുന്നുണ്ട്. ഈ വീട്ടിലെ എലി അതിന്റെ സുഹൃത്തായ മരുഭൂമിയിൽ കഴിയുന്ന വേറൊരു എലിയെ കാണാൻ പോയി, മലഞ്ചെരുവിൽ കാണുന്ന വേറൊരു എലിയെ കാണാൻ പോയി. അപ്പൊ ഈ വീട്ടിലുള്ള എലി നല്ല തടിച്ച് ഉഷാറായിട്ടുണ്ട്, ഈ മലഞ്ചെരുവിൽ താമസിക്കുന്ന എലി അത്ര ആരോഗ്യമൊന്നുമില്ല. അപ്പോ വീട്ടിൽ നിന്ന് വന്ന എലി ചോദിക്കാണ്, നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? എന്റെ കൂടെ വീട്ടിലേക്ക് വാ. ഫഇന്ന ഫീഹി അൻവാഅം മിനൻ നഈം, ഇഷ്ടം പോലെ നിഅമത്തുകളാണ് വീട്ടിൽ കിട്ടുന്നത്, നീ വീട്ടിക്ക് വാ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോയ എലി മലഞ്ചെരുവിലുള്ള എലിയെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിക്കും. അപ്പൊ തിരിച്ചു വന്നു നോക്കുമ്പോ അവര് കണ്ട കാഴ്ച, വീട്ടുടമ എലിയെ കൊടുക്കാൻ വേണ്ടി വെണ്ണ പാർന്നിട്ട് ഈ വെണ്ണയുടെ മുകളില് ഇഷ്ടിക വെച്ചിരിക്കുകയാണ്. അങ്ങനെ വീട്ടിലുള്ള എലി ഒക്കെ പരിചയമുള്ളതല്ലേ, നേരെ വന്ന് ഈ വെണ്ണ കുടിക്കാൻ തുടങ്ങിയപ്പോഴേക്ക് ഇഷ്ടിക മേലെന്ന് വീണ് ആ ഇഷ്ടികയുടെ അടിയിൽ വീട്ടിലുള്ള എലി പെട്ടപ്പോ ഈ മലഞ്ചെരുവിൽ നിന്ന് വന്ന എലി തല കുലുക്കിയിട്ട് പറയാണ്, ഇല്ല, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഇവിടെ ഞാൻ ഒരുപാട് നിഅമത്തുകൾ കാണുന്നുണ്ട്, പക്ഷേ അൽ ഫഖ്റു മഅ സലാമത്തി അഹബ്ബു ഇലയ്യ, നല്ല ആഫിയത്തോടു കൂടെ ഒന്നും ഇല്ലെങ്കിലും എനിക്കിഷ്ടം മരുഭൂമി തന്നെയാണ് എന്ന് പറഞ്ഞ് എലി തിരിച്ചുപോയി എന്ന്. സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ആഫിയത്തില്ലെങ്കിൽ അത് വലിയ വിഷയമാണ്. കടുത്ത ദാരിദ്ര്യമാണെങ്കിലും ആഫിയത്ത് ഉണ്ടെങ്കിൽ അത് വലിയ സുന്ദരമാണ് എന്നാണ് ആ മലഞ്ചെരുവിൽ നിന്ന് വന്ന എലി പഠിപ്പിക്കുന്നത്. ഇവിടെ കുറെ നിഅമത്തുകളൊക്കെ ഉണ്ട്, പക്ഷെ ഇമ്മാതിരി പരീക്ഷണങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ പ്രശ്നങ്ങളൊന്നും മലഞ്ചെരുവിലില്ല. അതുകൊണ്ട് അവിടെ ഒരു സുരക്ഷിത ബോധവും ആഫിയത്തും ഉണ്ട്. സംഗതി കഴിക്കാൻ കുറവാണെങ്കിലും അവിടെ തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞ് എലി തിരിച്ചുപോയി എന്ന്. തുടർന്ന് മറ്റൊരു കഥയും കൂടി അതിന്റെ കൂടെ പറയുന്നുണ്ട്. റോമക്കാരനായ ഒരു ക്രിസ്ത്യാനി ഒരു പന്നിയെ വളർത്തുന്നു. അപ്പോ ആ പന്നിക്ക് നല്ല ഭക്ഷണമൊക്കെ കൊടുക്കുന്നു. തൊട്ടടുത്ത് തന്നെ ഒരു കഴുതയും അതിന്റെ കുട്ടിയും ഉണ്ട്. അപ്പൊ ഈ പന്നിക്ക് കൊണ്ടുപോകുന്ന ഭക്ഷണത്തിന്റെ ഒരു ഭാഗം, ഒരു അല്പഭാഗം അവിടെ വീണുപോയി. അപ്പൊ ഈ കഴുതന്റെ കുട്ടി അത് വന്ന് തിന്നപ്പോ ഈ കുട്ടി അമ്മയോട് പറയാണ്, യാ ഉമ്മ മാ അത്തിയബ ഹാദ ത്വആം ലൗ ദാമ, എന്ത് ടേസ്റ്റാണ് ഈ പന്നി തിന്നുന്ന ഭക്ഷണം, ഇത് ഞമ്മക്ക് ദായിമായി കിട്ടുകയാണെങ്കിൽ എത്ര സുന്ദരമായിരുന്നു എന്ന്. അപ്പൊ ഈ കഴുത കുട്ടിയോട് പറയാണ്, ലാ തഖ്റബുഹു, അതിന് ആ തീറ്റന്റെ അടുത്തേക്ക് പോകണ്ട, ഫഇന്ന വറാഅഹു തമ്മത്തൽ കുബ്റ, ആ തീറ്റക്ക് പിന്നിൽ വലിയൊരു മുസീബത്ത് വരാനുണ്ട് എന്ന്. ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഈ ക്രിസ്ത്യാനി ഈ പന്നിയെ അറുക്കാൻ വേണ്ടി കടത്തുകയാണ്. അറുക്കാൻ വേണ്ടി കടത്തി ആ കത്തി കഴുത്തിൽ വെച്ച് അത് പെടയുന്നത് ഈ ചെറിയ കഴുതക്കുട്ടി കാണുമ്പോ ഈ കഴുതക്കുട്ടി അവിടുന്ന് ഓടിയിട്ട് വന്നിട്ട് തൻ്റെ ഉമ്മയോട് പറയാണ്, ഉമ്മ, വായ പൊളിച്ചു കൊടുത്ത് പറയാണ്, അന്ന് തിന്ന ഭക്ഷണത്തിന്റെ വല്ലതും എന്റെ വായിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിപ്പോ എടുത്തു മാറ്റണം, കണ്ടില്ലേ നിങ്ങൾ ആ കാഴ്ച, അതിനതാ അറക്കാൻ പോകുന്നു എന്ന്. എന്നിട്ട് പറയാണ്, മാ അഹ്സനൽ ഖൻഅമ അസ്സലാമ, കിട്ടിയത് മതി, പക്ഷെ സലാമത്താണ് ഏറ്റവും വലുത്. അയാൾക്ക് തിന്നുന്ന ഫുഡൊന്നും, ആ പന്നിക്ക് കൊടുക്കുന്ന ഫുഡൊന്നും ഞമ്മക്ക് കിട്ടുന്നില്ലെങ്കിലും ഞമ്മക്കിവിടെ സലാമത്തുണ്ട്. ഈ സലാമത്ത് ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം എന്ന് ഈ തള്ള കുട്ടിയോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് ഏറ്റവും വലിയ നിഅമത്താണ് അല്ലാഹു തആല നമുക്ക് തരുന്ന ആരോഗ്യം. ഈ ആരോഗ്യമുള്ളതോടുകൂടെ ഏത് ചെറുതും വലുത് തന്നെയാണ്. കാരണം ഇതിനപ്പുറം
വേറെ ഒന്നുമില്ല എന്നാണ് ഈ സംഭവത്തിലൂടെയൊക്കെ പഠിപ്പിക്കപ്പെടുന്നത്. അല്ലാഹു തആല നമുക്ക് ആഫിയത്ത് നിലനിർത്തി തരുമാറാകട്ടെ. രോഗങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ദർസിനെയും ഹിഫ്ളിനെയും ഒക്കെ സഹായിക്കുന്നവർ, അവരുടെ ഭക്ഷണത്തിലേക്കൊക്കെ സംഭാവന ചെയ്യുന്നവർ, അവരുടെയൊക്കെ സമ്പത്തിലും കുടുംബജീവിതത്തിലും അല്ലാഹു തആല അഭിവൃദ്ധിയും ബറക്കത്തും നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.